ഹായ് ഹലോ നമസ്കാരം. ഏവർക്കും എന്റെ ചാനലിലേക്കും എന്റെ വീഡിയോയിലേക്കും വീണ്ടും 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 സ്വാഗതം. ഞാൻ പിന്നെയും ഒരു റിവ്യൂ ആയിട്ട് വന്നിരിക്കുകയാണ്. നല്ല പടങ്ങൾ അടുപ്പിച്ചിറങ്ങുന്നതുകൊണ്ടും ചീത്തപ്പടങ്ങൾ അടുപ്പിച്ചിറങ്ങുന്നതുകൊണ്ടും നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് അബൌട്ട് ടൊവിനോ തോമസ് നടികർ. അദ്ദേഹത്തിന്റെ പടത്തെക്കുറിച്ചാണ് പറയാനുള്ളത്. ടൊവിനോ തോമസ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നടനാണ്. സ്റ്റീരിയോ ടൈപ്പ് കഥാപാത്രങ്ങൾ ചെയ്യുന്നു എന്ന് ഇച്ചിരി ഇപ്പോൾ ഈയിടെയായിട്ട് ഒരു അധിക്ഷേപമൊക്കെ ആ മനുഷ്യൻ കേൾക്കുന്നുണ്ട്. എനിവേ, അദ്ദേഹത്തിന്റെ നടികർ അത് സംവിധാനം ചെയ്തിരിക്കുന്നത് ലാൽ ജൂനിയർ ആണ്. എഴുതിയത് സുബിനസ് സോമശേഖരൻ. നിർമ്മിച്ചത് നവീൻ, വൈ രവിശങ്കർ, അലൻ ആന്റണി, അനൂപ് വേണുഗോപാൽ. അഭിനയിക്കുന്നത് നമ്മുടെ ടൊവിനോ, ദിവ്യ പിള്ള, ബാലു വർഗീസ്, സൗബിൻ, ഷാഹിർ, സുരേഷ് കൃഷ്ണചേട്ടൻ, ഷൈൻ ടോം ഒക്കെ ചെറിയ വേഷങ്ങൾ വരുന്നുണ്ട്. ഇന്ദ്രൻസ്, അനൂപ് മേനോൻ, ഭാവന ഓഫ് കോഴ്സ്. ഭാവന ഈസ് നമ്മുടെ ടൊവിനോയുടെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ അഭിനയിക്കുന്ന നായികയാണ്. അപ്പൊ ഇത് ശരിക്കും ഒരു മെയിൽ ഓറിയന്റഡ് മൂവിയാണ്. ഇതിനകത്ത് സിനിമയിലെ സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഒരു യഥാർത്ഥ ഒരു ആർട്ടിസ്റ്റ് എന്താണെന്ന്, എങ്ങനെ ആവണമെന്ന് കാണിച്ചു തരുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് എങ്ങനെ ആയിരിക്കണമെന്ന് നമ്മുടെ ആഗ്രഹം, ജനങ്ങൾക്കൊരാഗ്രഹം ഉണ്ടല്ലേ. അത്യാവശ്യം ബോധമുള്ള, കലയെക്കുറിച്ച് ചിലപ്പോൾ ബോധമുള്ള ആൾക്കാർക്ക് അറിയാം ഒരു സിനിമാകാരൻ ഇങ്ങനെയൊക്കെ ആയാൽ കൊള്ളാം, അയാൾ ആൾക്കാർ ജനങ്ങൾ അറിയാതെ ഇഷ്ടപ്പെടുമെന്ന്. അത് അങ്ങനെ ആവണമെന്ന് ഇനി വരുന്ന ഒരുപക്ഷെ കലാകാരന്മാർ കൂടെ, അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർഡം എന്നൊരു സംഭവം ഇല്ലെന്നും എല്ലാവരും നായകനും നായികയും ആർട്ടിസ്റ്റുകളും ആണെന്നും കാണിക്കുന്ന ഒരു പടം വളരെ മനോഹരമായിട്ട് ടൊവിനോ ചെയ്തിട്ടുണ്ട്. നെഗറ്റീവ്സ് ഒന്നും പറയാനായിട്ട് പാട്ടുകളൊന്നും അത്ര നല്ല പാട്ടുകളായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ശരിക്കും ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. അതായത് ഒരു ആർട്ടിസ്റ്റിന്റെ സ്ട്രഗിൾ ആണ്. അതായത് സൂപ്പർ സ്റ്റാർഡം നിലനിർത്താനും അല്ലെങ്കിൽ ആ സൂപ്പർ സ്റ്റാർഡത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വിഷമിക്കുന്ന ഒരാള്. അത് ഒരുപക്ഷെ പലർക്കും ഈ പടം കണ്ടിട്ട് പലയിടത്തും കൊള്ളുന്നുണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എനിവേ എന്തായാലും നല്ലൊരു മൂവിയാണ്. വെറൈറ്റി ആയിട്ടുള്ള മൂവിയാണ് ടൊവിനോ ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മുൻപത്തെ പടം ഞാൻ വിഷുവിൻ കണ്ടെത്തും ലാസ്റ്റായിട്ട് ചെയ്തത്, അത് നല്ല മൂവിയായിരുന്നു. അതിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ വേറെ ഒരു തലത്തിൽ അദ്ദേഹം അഭിനയിച്ച ഒരു പടമാണ് ടൊവിനോ. അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന കഥാപാത്രം അദ്ദേഹം മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് നടികർ മൂവിയുടെ പ്രത്യേകത. അതുപോലെ എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ബാലു വർഗീസും സുരേഷ് കൃഷ്ണയൊക്കെ നല്ല തമാശകളൊക്കെ ആയിട്ട്. എനിവേ, ഞാനിപ്പോ അടുപ്പിച്ച് കണ്ട പവി കേട്ടേക്കർ, അതിനുശേഷം ഇറങ്ങിയ മലയാളി ഫ്രം ഇന്ത്യ, അതിനേക്കാളും ബെറ്റർ എന്ന് വേണമെങ്കിൽ നടികറിനെ പറയാം. നല്ല സിനിമയാണ്, ഫീൽ ഗുഡ് മൂവിയാണ്, മോട്ടിവേഷൻ മൂവിയാണ്. അഭിനയത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന, സിനിമയെക്കുറിച്ച് അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നടനെ അല്ലെങ്കിൽ നടി എങ്ങനെയായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ യുവാക്കൾക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓരോ ആൾക്കാർക്കുമുള്ള ഒരു പാഠം, ഒരു ലെസൺ കൂടിയാണ് നടികർ എന്ന് പറഞ്ഞ മൂവി. ചുമ്മാ നമുക്ക് പടത്തെക്കുറിച്ച്, നല്ല പടങ്ങളെ കുറിച്ച് നെഗറ്റീവ് പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിനകത്തൊരു കുറവ്, ഇതിനകത്ത് കുറച്ച് അടിപൊളി സീൻസ്, പാട്ട് അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു നടന്മാർ അല്ലെങ്കിൽ ഇതായിരിക്കണം ഒരുപക്ഷെ നടന്റെ ഉള്ളിലുള്ള പിന്നെ വികാര വിക്ഷുബ്ധത, ഒരു നടന്റെ ഉള്ളിലുള്ള ഒരു ആർട്ടിസ്റ്റിന്റെ, നടനോ നടിയോ ആരോ ആയിക്കോട്ടെ, ആർട്ടിസ്റ്റിന്റെ ഉള്ളിലുള്ള ഒരു വികാര വിക്ഷുബ്ധത പുറത്തേക്ക് കൊണ്ടുവരിക, അയാളുടെ ഈഗോയെ പുറത്തേക്ക് കൊണ്ടുവരിക, അങ്ങനെ പല 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 സീക്വൻസ് ടൊവിനോ നന്നായിട്ട് ഇതിനകത്ത് അഭിനയിച്ച് പ്രചരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഭാവന വളരെ കുറച്ച് സീക്വൻസ് ആണെങ്കിലും അവരും നല്ല രീതിയിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ക്യാരക്ടർ നല്ല രീതിക്ക് അവർ ചെയ്തിട്ടുണ്ട്. അവർ നല്ലൊരു നടിയാണ്. ഓഫ് കോഴ്സ് ഇറ്റ് ഇസ് സുന്ദരിയായിട്ടുണ്ട്. അതുപോലെ ദിവ്യ പിള്ള നല്ലൊരു സംഭവമാണ് ചെയ്തിരിക്കുന്നത്. അനൂപ് മേനോനൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ അടിപൊളിയാണ്. അതായത് എന്താണ് ജനങ്ങളിലേക്ക് ആ സ്ക്രിപ്റ്റിലൂടെ എത്തിക്കാൻ ശ്രമിച്ചത് അത് കറക്റ്റായിട്ട് ആസ് എ പ്രേക്ഷകൻ എന്നിലേക്ക് എത്തി. മറ്റുള്ളവരുടെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഞാനെന്ന പ്രേക്ഷകയാണ് നിങ്ങളുടെ മുമ്പിൽ വന്ന് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ എന്താണോ ഒരു പ്രേക്ഷകൻ അത് കണ്ട് ചിന്തിക്കേണ്ടത്, ആ ഒരു ചിന്ത നമ്മളിലേക്ക് എത്തിക്കാൻ ആ ഡയറക്ടർക്ക് സാധിച്ചു. അതായത് ലാൽ ജൂനിയറിന് സാധിച്ചു എന്നുള്ളത് ഇതിന്റെ ഏറ്റവും വലിയൊരു സക്സസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പാട്ടും മേളവും കുഴപ്പമൊന്നും ഇല്ലെങ്കിലും നല്ലൊരു സ്ക്രിപ്റ്റ് എപ്പോഴും സിനിമയെ വിജയിപ്പിക്കും എന്നതിന് ഒരു എക്സാമ്പിൾ കൂടിയാണ് നടികർ എന്ന സിനിമ. സൂപ്പർ ഡ്യൂപ്പർ പടം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ ഒരു വ്യത്യസ്തമായ സിനിമയിലെ സിനിമ പറയുന്ന ഒരു പടം. അപ്പൊ നിങ്ങൾ ചോദിക്കും മറ്റേ വർഷങ്ങൾക്ക് ശേഷം അതൊരു സിനിമയിലെ സിനിമ. അങ്ങനെയല്ല, ഇത് സിനിമാ നടൻ, ഒരു ആർട്ടിസ്റ്റിന്റെ കഥയാണ്. അതായത് ഒരു സിനിമാ നടന്റെയോ നടിയുടെയോ നാടക നടിയുടെയോ ഒക്കെ കഥ വേണമെങ്കിലും പറയാം. കലാപരമായിട്ട് അഭിനയ രംഗത്ത് അല്ലെങ്കിൽ അങ്ങനെ ഏതൊരു കലയായാലും നമ്മൾ എങ്ങനെ അതിലേക്ക് വരണം, എങ്ങനെ അതിൽ നിന്ന് നമ്മൾ ഉൾക്കൊണ്ട് എന്തൊക്കെ ആവണം, എങ്ങനെ സക്സസ് ആകുമെന്ന് നമ്മളെ കാണിച്ചു തരുന്ന ഒരു സിനിമ. അത് മനോഹരമായിട്ട് ടൊവിനോയും അതിന്റെ സംവിധായകനും അതിന്റെ കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാവരും ഒന്നിനൊന്നിനും മെച്ചമായിട്ട് ചെയ്തിട്ടുണ്ട്. ഡയറക്ടർ രഞ്ജിത്ത് സാറിനകത്തുണ്ട്. അദ്ദേഹത്തിന്റെ ആ ഒരു നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. അത് എല്ലാവരെയും ആ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് അത് ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ലാൽ ജൂനിയറിന് സാധിച്ചിട്ടുണ്ട്, ടൊവിനോയ്ക്ക് സാധിച്ചിട്ടുണ്ട്, സൗബിന് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ആ പടം മൊത്തത്തിൽ ഒരു ഫീൽ ഗുഡ് ഒരു സിനിമാ മൂവി എന്ന് തന്നെ പറയാം. ഒരു നടന്റെ മൂവി, ഒരു നടികർ, ആ ടൈറ്റിൽ പേര് അന്വർത്ഥമാക്കുന്ന പോലെ ഒരു നടികർ മൂവിയാണ്. സോ എല്ലാവരും തിയേറ്ററിൽ പോയി വാച്ച് ചെയ്യുക.
സന്തോഷമായിരിക്കുക. ഓക്കെ, താങ്ക് യു, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ ബൈ.